നന്മകളും തിന്മകളും കേൾക്കാൻ കണ്ണ് തുറന്നു വെക്കുക, നന്മകളും തിന്മകളും കാണാൻ മനസ്സ് തുറന്നു വെക്കുക, നന്മകൾ മാത്രം എടുക്കാൻ. മനസ്സ് തുറന്നു വെക്കുന്നത് എന്തിനാണ്? നന്മകൾ മാത്രം. 10ാം ക്ലാസ്സിൽ നിന്ന് താഴെയുള്ള വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നന്മകൾ കേൾക്കണം, നന്മകൾ കാണണം, നന്മകൾ ചർച്ച ചെയ്യണം, നന്മകൾ ചിന്തിക്കണം. അവരോട് നന്മകൾ മാത്രമേ പറയാറുള്ളൂ. എന്താ കാരണം? ഏതാണ്ട് 14-15 വയസ്സെത്തുന്നത് വരെ നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് അവർക്കായിട്ടുണ്ടാവില്ല. പക്ഷെ 14-15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നന്മ ഏത് തിന്മ ഏത് എന്നുള്ളത് വേർതിരിച്ചറിയാൻ അവർക്ക് കഴിവുള്ളത് കൊണ്ട് നന്മകളും കേൾക്കണം, എന്നിട്ടത് ജീവിതത്തിൽ പകർത്തണം. തിന്മകളും കേൾക്കണം, എന്നിട്ട് വിശകലനം ചെയ്യണം. ഇത് തിന്മകളാണ്, ജീവിതത്തിൽ പകർത്തരുത് എന്ന്. അപ്പൊ നമ്മുടെ ചെവിയിലൂടെ നമ്മൾ കേൾക്കണം. പലപ്പോഴും ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, 10 പ്രാവശ്യം വായിക്കുന്നതിൻ്റെ എഫക്റ്റാണ് 1 പ്രാവശ്യം എഴുതുമ്പോൾ കിട്ടുന്നത്. 10 പ്രാവശ്യം എഴുതുമ്പോൾ കിട്ടുന്ന ബലമാണ് 1 പ്രാവശ്യം കേൾക്കുമ്പോൾ കിട്ടുന്നത്. 10 പ്രാവശ്യം കേൾക്കുന്ന എഫക്റ്റാണ് 1 പ്രാവശ്യം കാണുമ്പോൾ ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുക. ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് വിവരിക്കുന്നതെല്ലാം കേൾക്കണം. അസാധാരണ ശ്രദ്ധയോടുകൂടി കേൾക്കണം. 1 മണിക്കൂർ നിങ്ങൾ കാര്യങ്ങൾ കേട്ടാൽ 40 പോയിന്റെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് ചാണക്യൻ വിവരിക്കുന്നുണ്ട്. ചാണക്യ നീതിസാരം എന്ന പുസ്തകത്തില്. ചാണക്യൻ എഴുതിയ പുസ്തകം 2 പുസ്തകങ്ങളിലുണ്ട്. അതിലൊന്ന് അർത്ഥശാസ്ത്രം, 2 നീതിസാരം. ചാണക്യ നീതിസാരത്തിൽ പറയുന്നു, കേട്ടുകൊണ്ടേയിരിക്കുക, 1 മണിക്കൂറിൽ 40 പോയിന്റെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആരിൽ നിന്ന് കേൾക്കണം? ആരിൽ നിന്നും കേൾക്കാം. മദ്യപാനിയിൽ നിന്നോ, ബാലനിൽ നിന്നോ, ഭ്രാന്തനിൽ നിന്നോ, വൃദ്ധനിൽ നിന്നോ, ആരിൽ നിന്നും കേൾക്കാം. ഒരാള് ഡ്രങ്കാർഡാണ്, ലിക്കറിന് അഡിക്റ്റാണ്. പക്ഷെ അയാൾ പറയുന്നതിലും ചിലപ്പോൾ നമുക്ക് പ്രയോജനമുള്ളത് ഉണ്ടാവും. അപ്പൊ ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്തു പറഞ്ഞു, നമ്മൾ എന്ത് കേട്ടു, അതിൽ നിന്ന് നമ്മൾ എന്തെടുത്തു, അതാണ് ഇമ്പോർട്ടൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റാ. ചിലപ്പോ ഒക്കെ നമ്മള് ചില സിനിമയിലെ ഡയലോഗുകളെല്ലാം എത്രയാ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുക എന്നറിയോ? ഓട്ടക്കാലണ എന്ന് കേട്ടിട്ടുണ്ടോ? ഓട്ടക്കാലണ ഏത് സിനിമയിലെയാ? അത് നല്ലോണം അറിയാം. പക്ഷെ ആ മകനോട് അച്ഛൻ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾ കേട്ടാൽ അറിയാം. ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു മകനോടോ വിദ്യാർത്ഥിയോടോ ഒരു കാരണവശാലും ഇങ്ങനെ പെരുമാറരുത് എന്ന് അതിലെ ഡയലോഗ് കേട്ടാൽ അറിയാം, അല്ലേ? മകന്റെ അച്ഛനില് തിലകനാണ് സ്കൂളിലെ പ്രിൻസിപ്പാള്. ആ തിലകൻ സംസാരിക്കുന്ന രീതി എങ്ങനെയാ? എന്നിട്ട് രക്ഷാകർത്താക്കൾ തിലകനോട് പറഞ്ഞത് എന്താ? അങ്ങയെ ചില കുട്ടികളെ വിളിക്കുന്നത് കടുവ എന്നാണ്, അല്ലേ? അപ്പൊ ഒരു പ്രിൻസിപ്പാള് വിദ്യാർത്ഥികളെ അവരെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കേട്ടറിയേണ്ടത് ആവശ്യമാണ്. കണ്ടറിയാൻ പറ്റില്ല, കേട്ടറിയണം. ഇപ്പൊ അധ്യാപികമാര് വിദ്യാർത്ഥികളുടെ ഫീലിങ്ങുകൾ കേട്ടറിയണം. വിദ്യാർത്ഥികള് അധ്യാപകര് പറയുന്ന കാര്യങ്ങള് കേട്ടറിയണം. നമുക്ക് കേട്ടറിയാൻ സാധിക്കുന്നതാ ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ ടി വിയിലൂടെ എന്തെല്ലാം കേൾക്കുന്നുണ്ട്, ആ കേൾക്കുന്നതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആവേശം കൊണ്ട് സ്റ്റേജിൽ കയറി വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? മനസ്സിലായല്ലോ? ഇടുക്കിയിൽ നിന്ന് ഇല്ലേ? ആവേശം കൊണ്ട് മുമ്പിലിരിക്കുന്നവരെ കേൾപ്പിക്കാൻ വേണ്ടി ആവേശം കൊണ്ട് വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന്
എല്ലാവർക്കും മനസ്സിലാക്കണം. ഇത് നമ്മൾ കേട്ടിട്ട് അറിഞ്ഞത്, നമ്മൾ ടി വിയിൽ കണ്ടെങ്കിലും പ്രയോഗിച്ച വാക്കുകൾ കേട്ടു. ഇപ്പൊ നന്മകളും കേൾക്കണം, തിന്മകളും കേൾക്കണം. എന്നിട്ട് അതിൽ നിന്ന് മുമ്പോട്ട് 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 പോകണം. Dream is not the one what you are seeing when you are sleeping. It is the one what never allows you to sleep. ആര് പറഞ്ഞതാ? Dream is not the one what you are seeing when you are sleeping. It is the one which never allows you to sleep. ആരാ പറഞ്ഞേ? Anyone? നിങ്ങൾ ആരോ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം എനിക്ക് കേൾക്കാം. അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാം. ഇത് കേട്ടിട്ടാ നമ്മൾ എടുക്കണം. സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോ കാണുന്ന ഒന്നല്ല. സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളെ ഒരിക്കലും ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ്. ആ വാക്കുകളൊക്കെ ഇത്ര ഗംഭീരാണല്ലേ. അതൊക്കെ കേട്ടു പഠിക്കണം എൻ്റെ അനുജന്മാര്. ഇത് കളക്ട് ചെയ്യണം. ഞാൻ ഈ ദിവസവും എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്നത് മുഴുവൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. അത് മുഴുവനും എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഒന്നാമത്തെ വോളിയത്തിൽ എഴുതി, ഇനി രണ്ടാമത്തെ വോളിയത്തിൽ എഴുതി, മൂന്നാമത്തെ വോളിയം പുസ്തകം ഇറങ്ങാൻ പോവാൻ. 1ഉം 2ഉം കഴിഞ്ഞു. ഞാൻ ഓരോ സ്കൂളിൽ പോയപ്പോഴും അവിടെ ഉള്ളവരുടെ വാക്കുകൾ മുഴുവനും എൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ രണ്ടാമത്തെ വോളിയത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവചരിത്രത്തില് വലിയ പുസ്തകം, 350 പേജുള്ള പുസ്തകത്തില് ആദ്യത്തേത് 450 പേജുള്ള പുസ്തകം. അപ്പൊ ഞാൻ കേട്ടതൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് വളരെ രസമാണ് ഓരോരുത്തർ പറയുന്നത് കേൾക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. എന്നിട്ട് അകത്തേക്ക് എടുക്കണത് അനലൈസ് ചെയ്യണം, എന്നിട്ടത് അസിമിലേറ്റ് ചെയ്യണം. അപ്പൊ ലിസണിങ്, അനലൈസിങ്, അസിമിലേറ്റിംഗ് 3 വാക്കുകൾ. കേട്ടാ മാത്രം പോരാ, അനലൈസ് ചെയ്യണം, അസിമിലേറ്റ് ചെയ്യണം. അതേപോലെ കാണണം. നിങ്ങൾ ചുറ്റുമുള്ളത് കാണണം. ടി വിയിൽ കാണാൻ ധാരാളം ഉണ്ട്. അതിലെ ഓരോന്ന് ഞാൻ ചിലപ്പോൾ ചിലരോടൊക്കെ പറയാറുണ്ട്, സാധിക്കുമെങ്കിൽ ഭ്രമരം എന്ന സിനിമ കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയധികം സിനിമ കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഞാൻ ഒരു സ്കൂളിലും കണ്ടിട്ടില്ല. കാരണം ഞാനിവിടെ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിയാക്ഷൻ വരുന്നുണ്ട്. പല സ്കൂളിലും പോയിട്ട് ഞാൻ ഏതെങ്കിലും സിനിമാ പേര് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ഇത് ചൈനയിലെ സിനിമയാണോ അഫ്ഗാനിസ്ഥാനിലെ സിനിമയാണോ എന്ന്. പക്ഷേ പറഞ്ഞു തീർന്നതും നിങ്ങളുടെ അടുത്തുനിന്ന് റെസ്പോൺസ് ഉണ്ട്. ആ ഭ്രമരം എന്ന സിനിമയിൽ എന്താ, ഒരു കുട്ടിയോടുള്ള വാശി മറ്റ് 2 കുട്ടികൾ തീർത്തതാ അല്ലേ? ഒരു കുട്ടിയോടുള്ള വാശി മറ്റ് 2 കുട്ടികളെ തീർത്ത് മരിച്ച ഒരു പെൺകുട്ടിയെ കൊന്നത് മോഹൻലാലാണ് എന്ന് പറഞ്ഞവർ ഓടിപ്പോയി ഒരു ജീവിതം മൊത്തം തകർത്ത് തരിപ്പണമാക്കി. ആ ഭ്രമരം എന്ന സിനിമ ഞാൻ കാണാൻ വേണ്ടി പോയതല്ല. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കാലിഫോർണിയയിൽ പോയപ്പോൾ വിമാനത്തിലിരുന്ന് കണ്ടതാ. ഒരു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ, വിമാനത്തിലിരുന്ന് കാണാൻ സാധിച്ചതാ. എനിക്ക് അത്ഭുതം തോന്നി. 2 പ്രാവശ്യം കണ്ടു. 22 മണിക്കൂർ വിമാനത്തിലിരുന്നാലേ കാലിഫോർണിയയിൽ എത്തുള്ളൂ, തിരുവനന്തപുരത്ത് നിന്ന്. അപ്പൊ ആ 22 മണിക്കൂറിൽ കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാ വിദ്യാർത്ഥികളോടും കാണാൻ പറയണം. എന്താ കാരണം? എല്ലാം കേട്ടിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിലതെല്ലാം കണ്ടു മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഭ്രമരം എന്ന സിനിമ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. അതേപോലെയാ 40 ലക്ഷം രൂപ റിയാലിറ്റി ഷോയിൽ കിട്ടിയത് ആർക്കാ? സിനിമയിലെ കഥയാണ് ഞാൻ പറയണേ. 40 ലക്ഷം രൂപ റിയാലിറ്റി ഷോയിൽ കിട്ടിയത് ആർക്കാ? ശ്രീനിവാസന്റെ മകന് അല്ലേ? അപ്പൊ ആ കുട്ടിയെ തല്ലിപ്പഴിപ്പിച്ച് എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അത് എഞ്ചിനീയർ ആവാൻ പോകാതെ പാട്ട് പഠിച്ച് റിയാലിറ്റി ഷോയിൽ ഹോട്ടൽ സപ്ലൈ നടത്തിയിട്ട്, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ കണ്ടറിയാൻ സാധിക്കണം. അപ്പൊ കാണണം, നല്ല സിനിമകൾ കാണണം, നന്മകൾ കാണണം,
മറ്റുള്ളവരുടെ വേദനകൾ കാണണം, ദുഃഖങ്ങൾ കാണണം. എച്ചിലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ നിങ്ങൾ കാണണം. അതേപോലെ തൊണ്ടയിലും നാക്കിലും പല്ലിലും ക്യാൻസർ വന്ന് കരയുന്ന കുട്ടികളെ നിങ്ങൾ കാണണം. വിശന്ന് പൊരിയുന്ന കുട്ടികളെ റോട്ടിൽ ഇങ്ങനെ ഇരുന്ന് പിച്ച തെണ്ടുന്നത് നിങ്ങൾ കാണണം. ചില രാജ്യങ്ങളിൽ ചില കുട്ടികളുടെ ചിത്രമുണ്ട്, അസ്ഥികൂടം മാത്രം. ഇന്നലത്തെ മാതൃഭൂമി പേപ്പറിൽ ഒരു ചിത്രമുണ്ട്, കണ്ടോ നിങ്ങൾ? വേസ്റ്റിന്റെ ഇടയ്ക്ക് നിന്ന്, പുഴുവരിച്ചതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വൃദ്ധന്റെ ചിത്രം ഇന്നലത്തെ മാതൃഭൂമിയിൽ. പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് കൂമ്പാരത്തിനിടയ്ക്ക് നിന്നാണ് അയാള് ഭക്ഷണം കഴിക്കുന്നത്. പണ്ടത്തെ കഥയല്ല, ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ. ഇത് കാണണം, നല്ല രസ. അതേപോലെ സാധിക്കുമെങ്കിൽ തിരക്കഥ എന്ന സിനിമയിലെ അവസാനത്തെ ഭാഗം അത് ഒരിക്കൽ കണ്ടാൽ വിറങ്ങലിച്ചിരുന്നു പോകും നമ്മള്, അല്ലേ? നമ്മുടെ സിനിമാ നടി ശ്രീവിദ്യയുടെ മരണത്തിന്റെ അതേ ഭാഗം സിനിമയായിട്ട് മാറ്റിയിരിക്കുക. ക്യാൻസർ വന്ന് മരിച്ച ശ്രീവിദ്യ മരിക്കുന്ന സമയത്ത് മരണത്തോടുള്ള തൻ്റെ ഭയം ആ അഭിനയത്തിലൂടെ കാണിക്കുന്നുണ്ട്. ശരിക്കൊരു ജീവിതാണത്. അതാണ് കഥയാക്കി മാറ്റിയത്. അതേപോലൊരു ജീവിതാണ് ആനന്ദഭൈരവി എന്ന സിനിമയില്, അല്ലേ? 9 വയസ്സുകാരൻ പാടുന്ന പാട്ട്. തക്കലയിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാത്. നാഗർകോവിലിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് തക്കല എന്ന സ്ഥലത്ത് ശരിക്ക് ജനിച്ച് നിലനിന്ന് മരിച്ചൊരു കുട്ടിയുടെ കഥയാണത്. വെറും സിനിമാ കഥയല്ല. ഇതൊക്കെ ശരിക്ക് കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാവും. എന്ത് കണ്ടു എന്നുള്ളതല്ല, കണ്ടതിൽ നിന്ന് എന്തെടുത്തു, അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, വാച്ചിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്. കണ്ടാൽ മാത്രം പോരാ, കണ്ടത് മനസ്സിനകത്ത് വിശകലനം ചെയ്യണം, എന്നിട്ടത് അകത്തേക്ക് എടുക്കണം ജീവിതത്തില്. ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ജീവിതഗന്ധിയായ കാര്യങ്ങൾ കാണാൻ സാധിക്കണമെന്ന് വേദപ്രാർത്ഥന. അതേപോലെ നന്മകൾ സംസാരിക്കാൻ പഠിക്കണം, ചർച്ച ചെയ്യണം. ഒരിക്കലും സൈലന്റ് ആയിട്ടിരിക്കരുത്. അതിൻ്റെ അർത്ഥം വായത്തോന്നിയത് വിളിച്ചു പറയണമെന്നല്ല. എന്ത് വിഷയം കിട്ടിയാലും മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യണം, നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട്. വെറുതെ ചർച്ച ചെയ്യല്ല, അറിയാൻ വേണ്ടി ചർച്ച ചെയ്യണം. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾ എത്ര കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിലോ അയാളൊന്നും പറഞ്ഞു തരില്ല, അല്ലേ? ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ശരിക്ക് തളർന്നു വീണ അർജുനൻ കൃഷ്ണനോട് കുറെ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഭഗവത്ഗീത എന്ന ഗ്രന്ഥമുണ്ടായത്. മഹാത്മാഗാന്ധി തൻ്റെ ജീവചരിത്രം എഴുതാൻ പോയപ്പോ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു ഇംഗ്ലീഷുകാരൻ സുഹൃത്ത് മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, അങ്ങേ പോലെയുള്ള വ്യക്തികള് എന്തിനാ ജീവചരിത്രം എഴുതുന്നത്? ഇപ്പൊ ഗാന്ധിജി തിരിച്ചു ചോദിച്ചു, എന്താ എന്നെ പോലെയുള്ള വ്യക്തികൾ ജീവചരിത്രം എഴുതിയാൽ എന്താ പ്രശ്നം? അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ഓരോ വ്യക്തിയും ജീവചരിത്രം എഴുതുന്നത് അവനവൻ ഗ്രേറ്റ് ആണെന്ന് ലോകത്തിനെ അറിയിക്കാനാണ്. ഞങ്ങൾ ഇംഗ്ലീഷുകാര് ജീവചരിത്രം എഴുതുന്നത് ഈ എഴുതുന്ന ആള് ഗ്രേറ്റ് ആണ് എന്ന് ലോകത്തിനെ അറിയിക്കാനാണ്. മഹാത്മാഗാന്ധിയെ പോലെയുള്ള മനുഷ്യര് അവനവൻ ഗ്രേറ്റ് ആണെന്ന് ലോകത്തിനെ അറിയിക്കാൻ എന്തിനാണ് ഈ ജീവചരിത്രം എഴുതുന്നത് എന്നൊരു ചോദ്യം അയാൾ ചോദിച്ചത് മഹാത്മാഗാന്ധി കേട്ട് അതകത്തേക്കെടുത്ത് ചിന്തിച്ച് മഹാത്മാഗാന്ധി തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ എനിക്ക് പറ്റിയ
പറ്റിയ അബദ്ധങ്ങളെല്ലാം അതിലെഴുതും. എന്താ പറഞ്ഞത്? എനിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം ആയിരിക്കും എൻ്റെ ജീവചരിത്രത്തില് കൂടുതലായിട്ട്. ഞാൻ ഗ്രേറ്റ് ആണെന്ന് തെളിയിക്കാനല്ല, ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് തെളിയിക്കാനും എനിക്കും അബദ്ധം പറ്റുമെന്നും എനിക്കും കുറവുകളുണ്ടെന്നും അറിയിക്കാനായിരിക്കും ഞാൻ എൻ്റെ ജീവചരിത്രം എഴുതുക. പക്ഷെ ആ ജീവചരിത്രത്തിന് എൻ്റെ ജീവചരിത്രം എന്ന് പേര് കൊടുക്കുകയില്ല. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ